എൻ്റെ പേര് സൂസി എന്നാണ്. ഞാൻ എറണാകുളം ജില്ലയിലെ നായരമ്പലത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2022 ഉടമ്പടി എടുത്തത്. എൻ്റെ കുടുംബത്തിൻ്റെ കടബാധ്യത മാറുന്നതിനും എൻ്റെ മകൾക്ക് BS നഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടുന്ന കാര്യത്തിനും വേണ്ടിയിട്ടാണ് ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തത്. മകളുടെ +2 കഴിഞ്ഞതിന് ശേഷം ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് അവളുടെ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എല്ലാവരും ചോദിച്ചപ്പോൾ പറഞ്ഞത് ഫുൾ A+ കിട്ടണവർക്കാണ് നഴ്സിംഗ് കേരളത്തിൽ കിട്ടുള്ളൂ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും സ്റ്റേറ്റിൽ പോയി എടുക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കേരളത്തിൽ തന്നെ നല്ലൊരു സ്ഥാപനത്തിൽ തൃശ്ശൂരിലുള്ള മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഒരു കോളേജിൽ തന്നെ അവൾക്ക് അഡ്മിഷൻ കിട്ടി. ബാക്കി കാര്യം മോള് പറയുന്നതാണ്. ദൈവത്തിനും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. ഞാൻ ഇന്നൊരു നഴ്സായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് ആൻമേരി. ഞാൻ എറണാകുളം ജില്ലയിലെ എടവനക്കാട് നായരമ്പലത്തു നിന്നാണ് വരുന്നത്. എനിക്ക് BS നഴ്സിങ്ങിൽ പഠനത്തിൽ നേരിട്ട ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് ഞാനിന്നിവിടെ പറയുന്നത്. എനിക്ക് അഡ്മിഷൻ കിട്ടിയത് തന്നെ എൻ്റെ അമ്മയുടെ ഉടമ്പടി പ്രകാരമുള്ള പ്രാർത്ഥനയിലൂടെയാണ്. ഞാൻ ആഗ്രഹിച്ചതിലും മനോഹരമായ ഒരു നല്ലൊരു വിദ്യാലയത്തിൽ എനിക്ക് പഠിക്കാനായിട്ട് സാധിച്ചു. നല്ലൊരു കോളേജ് തന്നെ അമ്മ മാതാവ് എനിക്ക് നേടിത്തന്നു. അത് കഴിഞ്ഞ് ഞാൻ പഠന മേഖലയിലേക്ക് കടന്നു. സെമസ്റ്റർ വൈസ് പഠനമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇതിന് എൻ്റെ ബാച്ചിന് തൊട്ട് മുന്നേ വരെയും ഇയർ വൈസ് ആയിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് സെമസ്റ്റർ വൈസ് പഠനം BS നഴ്സിംഗ് പഠനം നടക്കുന്നത് കേരളത്തിൽ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇയർ മുതലേ പഠിക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ പഠിക്കുമ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ മുതലേ ഓരോ വിഷയങ്ങളും പഠിക്കുമ്പോൾ എനിക്ക് നല്ലോണം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ് എപ്പോഴും വിഷമിക്കുകയായിരുന്നു. പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പാസ്സാവാൻ പറ്റൂ എന്നുള്ള പേടിയൊക്കെ എപ്പോഴും എന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു. ഞാനെപ്പോഴും സങ്കടപ്പെട്ട് അമ്മനെ വിളിക്കുമ്പോൾ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ച് പറയുമായിരുന്നു. അങ്ങനെ അമ്മ എനിക്ക് വേണ്ടി എപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാനും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അതിൻ്റെ ഫലമായി എനിക്ക് ഫസ്റ്റ് സെമസ്റ്റർ പാസ്സാവാനായിട്ട് സാധിച്ചു. പിന്നെയുള്ള എനിക്ക് കൂടുതൽ ധൈര്യം, അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുവാനുള്ള കൂടുതൽ ധൈര്യവും ഉണർവും ഉണ്ടായി. അതോടൊപ്പം ഞാനും ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിൽ എല്ലാ പ്രാർത്ഥനകളും നിബന്ധനകളിലും പങ്കെടുക്കുകയും ചെയ്തു. അങ്ങനെ ഞാനും പിന്നെ എൻ്റെ പഠനം തുടരുകയും എനിക്ക് എല്ലാ സെമസ്റ്ററുകളിലും മാതാവ് എന്നെ പൂർണ്ണമായും പാസ്സാക്കി തരുവാനും സഹായിച്ചിട്ടുണ്ട്. പരീക്ഷാവേളയിൽ ഞാൻ മാതാവിൻ്റെ ഉപകരണങ്ങളായ നേർച്ച വസ്തുക്കൾ ഉപ്പ്, തൈലം, കാശിരൂപം എന്നീ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എക്സാം സമയത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി തുടങ്ങുന്നതിന് മുന്നേയും തുടങ്ങുന്നതിന് ശേഷവും ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ആണ് പരീക്ഷയ്ക്ക് കയറുകയും പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഉത്തരക്കടലാസ് കൊടുക്കുകയും ചെയ്തിരുന്നത്. അതിൻ്റെ എല്ലാം ഫലമായി എനിക്ക് 8th സെമസ്റ്റർ വരെയും പൂർണ്ണമായി ഒരു വിഷയത്തിൽ പോലും ബാക്കൗട്ട് ഇല്ലാണ്ട് എല്ലാ വിഷയവും പൂർണ്ണമായി പാസ്സാവാനായിട്ട് സാധിച്ചു. കഴിഞ്ഞ മെയ് 6-ാം തീയതി എൻ്റെ ഗ്രാജുവേഷനായിരുന്നു. എല്ലാം അമ്മ മാതാവിൻ്റെ സഹായം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ആത്മീയ ജീവിതമായി ഞാൻ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കുകൊള്ളുകയും ദിവ്യാരാധനാലയത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഉടമ്പടി പത്രങ്ങൾ എല്ലാ മേഖലകളിലും ഞാൻ കോളേജിലോട്ട് പോകുമ്പോൾ ഉള്ള റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും എല്ലായിടത്തും ഉടമ്പടി പത്രങ്ങൾ കൊടുക്കുകയും ചെയ്തിരുന്നു. പിന്നെ പ്രായമായിട്ടുള്ള വഴിയോരങ്ങളിലിരിക്കുന്ന എല്ലാവർക്കും അമ്മയാൽ കഴിയുന്ന വിധം ഭക്ഷണങ്ങളുണ്ടാക്കി അവർക്ക് വിതരണം ചെയ്യുവാനും ശ്രമിച്ചിട്ടുണ്ട്.
പിന്നെ ഞാൻ ഈ മകളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അവൾക്ക് ഫീസ് കൊടുക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുമായിരുന്നു. ഓരോ ഇയറും മാതാവ് കൂടെ നിന്ന് ഭയങ്കര ശക്തിയായിട്ടാണ് എന്നെ നയിച്ചുകൊണ്ടിരുന്നത്. ലാസ്റ്റ് സെമ്മ് ആയപ്പോൾ ആരോടും ചോദിക്കാനില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എന്ത് ചെയ്യും, ഈ വർഷം ഞാൻ എങ്ങനെ ഫീസ് കൊടുക്കും എന്ന് വിചാരിച്ച് ഞാൻ വളരെയേറെ വിഷമിച്ച്. ആ സമയത്താണ് ഞങ്ങളുടെ അടുത്തുള്ള മർച്ചൻസ് അസോസിയേഷനിൽ നിന്ന് ആ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇന്നൊരു കുറി തുടങ്ങുന്നുണ്ട്, നീ ചേരണുണ്ടാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് കാശില്ല, അതിലെങ്ങനെ ചേരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് മാതാവ് പറയണ്, നീ അത് ചേര്, എങ്ങനെയെങ്കിലും നീ ചേരെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാനത് കടം മേടിച്ച് ചിട്ടി ചേർന്ന്. എന്നിട്ട് ഞാനന്ന് ആ റെസീറ്റ് എൻ്റെ കയ്യിൽ വെച്ച് മാതാവിൻ്റെ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കണമായിരുന്നു. 3 മണിയായപ്പോൾ അവർ വിളിച്ചിട്ട് എന്നോട് പറയാണ്, എടി മോളെ നിനക്കാണ് ചിട്ടി കിട്ടിയിരിക്കണമെന്ന്. അങ്ങനെ കുഞ്ഞിൻ്റെ ആ ലാസ്റ്റ് സെമസ്റ്ററിൻ്റെ പരീക്ഷ ഫീസ് അടക്കാനായിട്ടുള്ള അനുഗ്രഹം മാതാവ് എനിക്ക് തന്ന്. കൂടാതെ എൻ്റെ പങ്കാളിക്ക് റിട്ടയർമെൻറ്റിന് ശേഷം യാതൊരു വരുമാനമില്ലാതെ വിഷമിച്ചിരിക്കണമായിരുന്നു. യൂബർ ഓടണമായിരുന്നു, പക്ഷെ അതിൽ യാതൊരു ഇതും കിട്ടിയിരുന്നില്ല. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഹൈക്കോടതിയിൽ ഡെയിലി വൈസായിട്ട് ആ മകനൊരു ജോലി മാതാവ് നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തികളെന്ന് വെച്ചാൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾ കുടുംബസമേതം വഴിയോരത്തിലിരിക്കുന്നവർക്ക് വൃദ്ധസദനത്തിലൊക്കെ കൊണ്ടു കൊടുക്കും. കൂടാതെ ഡയാലിസിസ് പേഷ്യൻറ്റിന്, ക്യാൻസർ പേഷ്യൻറ്റിനൊക്കെ എന്നാൽ കഴിയുന്ന സഹായം എല്ലാ മാസവും തന്നെ ഞാൻ കൊടുക്കാറുണ്ട്. ഞങ്ങൾ കുടുംബസമേതം ഒന്നിച്ചാണ് പേപ്പറുകളെല്ലാം വിതരണം ചെയ്യുന്നത്. എല്ലാ മാസവും ഇവിടെ വന്ന് പേപ്പർ വാങ്ങിച്ചു കൊണ്ടുപോകും. വാങ്ങി ഞങ്ങളൊന്നിച്ച് കുടുംബസമേതമായിട്ട് ഓരോ സ്ഥലത്തും റെയിൽവേ സ്റ്റേഷനിൽ ഓരോ വീടുകളിലും കൊണ്ടു നടന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. പിന്നെ ഒത്തിരി പേരെ ഉടമ്പടി അടിപ്പിച്ചിട്ടുണ്ട്. ഉടമ്പടി വസ്തുക്കൾ പലർക്ക് കൊടുത്തിട്ടും പല അനുഗ്രഹങ്ങളും ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ട്. ഉടമ്പടിയിൽ ഉഴപ്പിപ്പോയി വീണ്ടും എടുക്കണില്ല, പുതുക്കണില്ല എന്ന് പറഞ്ഞവരോട് കൂടുതൽ സംസാരിക്കുകയും അവർക്ക് ബൈബിൾ വചനങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്ത് ഞങ്ങൾ മാതാവിൻ്റെയും ഈശോയുടെയും സാക്ഷികളായിട്ട് ജീവിക്കുകയാണ്. ഇതെല്ലാം അമ്മ മാതാവും ഈശോയും ഞങ്ങൾക്ക് നേടിത്തന്ന വലിയ അനുഗ്രഹങ്ങളാണ്. ഞങ്ങൾക്ക് അമ്മ മാതാവിന് ഈശോയ്ക്ക് ഞങ്ങൾ കോടാനുകോടി നന്ദി പറയുന്നു. ലജ്ജിതരായിരുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും. അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കും. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും. നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61-ാം അധ്യായം 7-ാം തിരുവചനമാണ്. പഠനമേഖലയിൽ തനിക്ക് മികവ് കുറയുമ്പോൾ താൻ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതയാകുമോ എന്നൊക്കെയുള്ള ഒരു ഭയവും, അതിലും മുൻപേ ഒരു അഡ്മിഷൻ കിട്ടുവാൻ, നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടുവാനുള്ള മാർക്ക്, അത്രയും അതിനേക്കാൾ മാർക്കുള്ളവർ പോലും അഡ്മിഷന് വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുമ്പോൾ തനിക്ക് ഒരു അഡ്മിഷൻ, അതും നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടുവാനൊക്കെ ഇടയായത് തൻ്റെ അമ്മയുടെ ഉടമ്പടി മൂലമാണെന്ന്, ഉടമ്പടിയിലെ പ്രാർത്ഥന നിയോഗം മൂലമാണെന്ന് മകളിവിടെ പറയുകയുണ്ടായി. പിന്നീട് ആ മകളും ഉടമ്പടി എടുത്തു. വീണ്ടും എങ്ങനെയാണ് തൻ്റെ പഠനത്തിൽ ഓരോ പ്രാവശ്യവും സെമസ്റ്റർ എക്സാമിന് തനിക്കൊരു ബാക്കപ്പും ഇല്ലാതെ BSc നേഴ്സിംഗ് കംപ്ലീറ്റ് ആക്കുവാനും ഗ്രാജുവേഷനും കഴിഞ്ഞ് ഇന്നൊരു നേഴ്സായിട്ട്, ഒരു പ്രൊഫഷണൽ നേഴ്സായിട്ടും ആണ് ഇന്ന് ഈ മകൾ ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുന്നത്. തൻ്റെ ഉടമ്പടി പുതുക്കി ഉടമ്പടി ജീവിതം തുടരുകയാണ് ആ മകൾ. അതുപോലെ തൻ്റെ മകളുടെ പഠന ആവശ്യങ്ങൾക്കായി ഉള്ള സാമ്പത്തികം, അതിനൊക്കെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ തൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നു, നീയൊരു കുറി കൂടുക എന്നുള്ളത്. അപ്പോൾ ആ ചിട്ടിയൊക്കെ തനിക്ക് വേണ്ടി അന്ന് ഒരുക്കിയതുപോലെ ഈ മകൾക്ക് അനുഭവപ്പെട്ടതായിട്ടാണ് നമ്മോട് പങ്കുവയ്ക്കുക. അങ്ങനെ കുടുംബം ഒന്നിച്ച് കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, ആത്മീയ ജീവിതമൊക്കെ ഒരുമിച്ചുള്ള പ്രാർത്ഥനയും പ്രവർത്തനവുമായി മുമ്പോട്ട് പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിതരാകാതെ എങ്ങനെയാണ് തങ്ങളെ പരിശുദ്ധ അമ്മയുടെ നീല അങ്കിയുടെ കീഴിൽ തങ്ങൾക്ക് സംരക്ഷണം കിട്ടിയതെന്നും ഇന്നും സന്തോഷത്തോടെ മുമ്പോട്ട് പോകുവാൻ, ഉടമ്പടി ജീവിതം നയിക്കുവാൻ തങ്ങൾക്ക് സാധിക്കുന്നതെന്നും ഈ കുടുംബം പറയുന്നു. അതുപോലെ
ഉടമ്പടി വീണ്ടും പുതുക്കാത്ത അല്ലെങ്കിൽ സാക്ഷ്യം പറയാതെ ഉടമ്പടി ജീവിതത്തിൽ തങ്ങൾക്കൊന്നും ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിന്ന പലരെയും വീണ്ടും ഉടമ്പടി ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ തങ്ങൾക്ക് കഴിഞ്ഞു. എല്ലാറ്റിനും നന്ദി പറയുന്ന ഈ കുടുംബത്തോടൊപ്പം കരങ്ങളടിച്ച് നമുക്കും ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.